കിഴക്കുംപാട്ടേക്കുള്ള വഴി ഏതാണ്? ഈ കുട്ടി അവിടെ പണിക്ക് നിർത്താനാ? അമ്പലത്തിന്റെ അവിടെ പോയി ചോദിച്ചാ മതി. കിഴക്കുംപാട്ടേക്കുള്ള വഴി ഏതാണ്? ഞങ്ങൾ അക്കരന്ന് വരിക. ആരാ നിങ്ങളെ അയച്ചേ? ഞങ്ങളോട് വന്ന് പറഞ്ഞത് നെയ്ത്തമാപ്പിളയാണ്. മാപ്പിളയോട് പറഞ്ഞത് ഇവിടുത്തെ കാര്യസ്ഥനാ. രണ്ടടി നടന്നാ കിതയ്ക്കും, വയ്യ. കയറിയിരിക്കൂ. ആവോ, കിഴക്കും പാട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇക്കരയ്ക്ക് ഞാൻ അധികം വന്നിട്ടില്ല. അക്കരെ എവിടെയാ വീട്? ഞങ്ങള് വെളുത്തടത്തോരാ. ഇതെന്റെ മോളുടെ മോളാ. എവളുടെ അമ്മ മരിച്ച പിന്നെ ദേശപ്പണിയുടെ കാര്യമൊക്കെ മോശ. ആമക്കളില്ലേ? ഉവ്വ്, മരിച്ചവളുടെ മൂത്തത് ഒരു മോനുണ്ട്. അവന്റെ ഭാര്യയും ഞാനും കൂടി പലക്ക്. എന്താ പേര്? കുഞ്ഞുമാളു. മറ്റെവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. മകൻ പഠിപ്പ് കഴിഞ്ഞു വന്നാ അവനും കൂടി ഉണ്ടാവും. അവനും സ്ഥിരമായിട്ടുണ്ടാവില്ല, വല്ല ജോലിയായി പോണവരെ ഉണ്ടാവും. പുറംപണിക്ക് ചെറുമയുണ്ട്. എല്ലാ വീട്ടിലും സോപ്പിന്റെ പൊടിയുണ്ടുള്ള അലക്ക് ഇസ്തിരിപ്പെട്ടിയായി. ഞങ്ങളെ കൊണ്ട് ആവശ്യം ഇല്ലാണ്ടായി. വയ്യാത്തടുത്ത് വഴി നടന്നാലേ ഇന്ന് ഇവിടെ പാത്തിട്ട് നാളെ പോവാ. വൈകുന്നേരത്തേക്ക് എത്തുമെന്നും പറഞ്ഞു പോന്നതാ. ഞാൻ നടക്ക. മാസാമാസം കാര്യസ്ഥൻ അച്ഛനേരെ കയ്യിൽ ഇവളുടെ ശമ്പളം കൊടുത്തയക്കട്ടോ. ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ നടക്കണം കുഞ്ഞുമാളു. പോരുമ്പം പറഞ്ഞില്ലേ, നല്ല പേര് കേൾപ്പിച്ചാ നമുക്ക് എല്ലാവർക്കും നല്ലതാ. ഞാൻ നടക്കട്ടെ. ഇളതരം മാറിയിട്ടില്ല പെണ്ണിന്. ഏറ്റല്ല, ഒക്കെ ശരിയായിക്കൊള്ളും. ഇടയ്ക്ക് വരൂട്ടോ. കുഞ്ഞുമാളു വരൂ. ഞാൻ അവിടെയാ കിടക്കുക, നിനക്ക് ഇവിടെ കിടക്കാം. രാത്രി വിളിച്ചാ കേൾക്കണടുത്ത്. അടുക്കള കിണറാ, അതുകൊണ്ട് വെള്ളം കെട്ടിപ്പേരി കൊണ്ടുവരുന്ന പണിയൊന്നും ഇല്ല. വിറക് ചെറുമം വെട്ടിട്ടോളും. വൃത്തി വെടുപ്പാണ് കാര്യം. കഴിഞ്ഞ വേനൽപൂട്ടിന് ഹരിദാസൻ വന്നപ്പോ ചോറിലൊരു മുടി കണ്ടു. 3 ദിവസത്തിന് പിന്നെ ചാപ്പാട് കഴിച്ചില്ല. നിന്റെ സാധനങ്ങളൊക്കെ ആ വടക്കേ കുട്ടിയറയില് ഒരു ഇരുമ്പ് പെട്ടിണ്ട്, അതില് വെച്ചട്ടോ. അലവി തരാനുള്ളത് മുഴുവൻ തന്നില്ല, ഇനിയുണ്ട് ബാക്കി 20. നാളെ തോട്ടങ്ങളൊക്കെ പുറംപണിക്കാരെ 2 ആണുങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അക്കരയെന്നൊരു വെളുത്താഴ്ത്തിക്കുട്ടി വന്നിട്ടുണ്ട് പണിക്ക്. നെയ്ത്തം പറഞ്ഞിട്ടാണത്രേ. നേരാ, നെയ്ത്തിനോട് ഞാൻ പറഞ്ഞിരുന്നതാ. ആളെങ്ങനെ? വന്നിട്ടല്ലേ ഉള്ളൂ. വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ അകത്തൊരാളുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. വെളുത്താഴ്ത്തിയാന്ന് കണ്ടാ തോന്നില്ല. ഇനി അത് ആരോടും വിസ്തരിക്കാനും പോണില്ല. കാര്യം നടക്കട്ടെ. അടയ്ക്കക്കാരൻ അവധി പറഞ്ഞ നാളെയാണേ. ശരി, നാളെ പോയി നോക്കാം.
പിന്നെ ഒരു 10 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ബാക്കി തന്നാ മതിയായിരുന്നില്ലേ? ഇതാ. ഓ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ആ. ദീപം ദീപം തിരി ശ്രീയത്തുള്ള കൂട്ടത്തിലാ. എന്നാലും തിരുകൂടി പ്രായമുള്ളത് മതിയായിരുന്നു. താഴെയുള്ളവര് പഠിക്കുന്നുണ്ടോ? ചെറിയൊരു 2 ആളും. നിങ്ങളുടെ അച്ഛൻ ഒന്നും തരില്ലേ? ആദ്യമൊക്കെ തന്നിരുന്നു. ഇപ്പോ ചെറിയൊരു 2 ആളെ അയച്ചു നോക്കി, ഒന്നും കൊടുത്തയച്ചില്ല. പാവം. ഇപ്പൊ അച്ഛൻ വേറെ സംബന്ധം കഴിച്ചിട്ടുണ്ടത്രേ. ആണായാലും പെണ്ണായാലും മണ്ടയില് വരെ നന്നാവണം. നീ വിളക്കടച്ചു പോയി കിടന്നോ.